നമസ്കാരം. രാവിലെ നമുക്കൊരു വീഡിയോയിലോട്ട് പോയാലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് രാവിലെ ചായയാണ് നമ്മൾ അനത്തുന്നത്. ഇപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വെച്ചേക്കും. നമ്മൾ രാവിലെ ചായക്ക് കുറച്ച് തേയില നമുക്കൊന്ന് ഇടാം. തേയില ഇട്ട് ഈ ചായ ഒന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ചായ തിളക്കട്ടെ. നമുക്ക് ഇന്ന് വൈറ്റ് കടലയാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഇവിടുത്തെ ചോലപ്പട്ടൂരിക്കയുടെ കടല ഇന്ന് നമുക്ക് വെക്കാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തേയില നമുക്കിടാം. ഇത്രയും തേയിലയോടെ അത് എന്നിട്ട് ഇതില്ലേ താലപ്പൊലിക്കൊക്കെ കിട്ടുന്ന പോലെ കെട്ടി ഇവിടോട്ട് വെക്കാം. എന്നിട്ട് കടലയൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ കടലയ്ക്കകത്തോട്ട് നമ്മൾ കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. കടല വേവണമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കിഴി കെട്ടി വെച്ചേക്കുന്ന തേയില. അപ്പോൾ ഇതും ഇട്ട് ഉപ്പും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കത്തില്ല, പിന്നെ ചേർക്കാം ബാക്കിയുള്ളതിൽ. അപ്പം നമ്മൾ ഈ കിഴി കെട്ടി ഈ തേയില ഇടുന്നത് ഇതിന് കളറിന് അപ്പം നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഇതിവിടെ കിടന്നൊന്ന് വേവട്ടെ. നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. അപ്പം നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് വാങ്ങിയിട്ട് ഗ്യാസിലോട്ട് കുക്കർ വെക്കാം. അപ്പം നമ്മുടെ കുക്കറൊന്നും നമ്മൾ അടച്ചു വെക്കാം. കണ്ട, ഞാനത് ഇട്ടിട്ടുണ്ട്. ഇത് വെച്ച് ഒന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ 3 ഉള്ളി ഇതിനകത്തിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. അപ്പം ഇതിന് വേണ്ടിയത് ഇത്രയും വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-8 പച്ചമുളകും, ഒരു തക്കാളിക്ക്, അതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ ചായ ഒന്ന് ആറിക്കാം. ചായ ഒന്ന് കുടിച്ചാലോ? നമ്മുടെ ചീനിച്ചട്ടി ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കടലയ്ക്ക് വേണ്ടിയതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇതിനെ അയമോദകമായിടുന്ന കടുക് വറക്കാൻ അയമോദകം ഇട്ടു. പിന്നെ നമുക്ക് ഒരു ശകല ജീരകവും കൂടി ഇടാം. നല്ല ജീരകം 2 ഇതിനിടുന്നു. ബാക്കിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കും. നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പം ഞാനിതിനിട്ടത് മല്ലിപ്പൊടിയും, മുളക് പൊടിയും, പിന്നെ ഗരം മസാല, ഇത്രയും സാധനമാണ് ഇട്ടേക്കുന്നത്. അപ്പം അതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ. അപ്പം നമ്മുടെ മുളക് പൊടിയും, മല്ലിപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും, ഗരം മസാലയൊക്കെ ഇട്ടതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ കടല നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. എല്ലാം കിടന്ന് വെന്ത് മൂക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കടല നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് വേണ്ട. കടലയെല്ലാം വെന്ത് നല്ല ഇതായിട്ടുണ്ട്. അപ്പം ആ കടലയുടെ നമ്മളൊരു ഇത് വെച്ചിരുന്നില്ല. കണ്ട, കടല വെന്തേക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതങ്ങ് എടുത്ത് കളയും. ഇത് തേയില കെട്ടിയിട്ട് അതിൽ വേറൊരു ടേസ്റ്റായിരിക്കും കൂട്ടാൻ. വേണ്ട, തേയില കെട്ടിയിട്ട് ഇതിന് മാറ്റിയിട്ട് നമുക്ക് ഈ കടലയെല്ലാം കൂടെ ഇതിനകത്ത് കടലയുടെ എല്ലാം കൂടെ ഇതിനകത്തോട്ടാണ് പിടിച്ച്. അപ്പം നമ്മുടെ ഡൽഹി കിട്ടുന്ന ചോലപ്പട്ടൂരിയുടെ കടല എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളി കടല. അപ്പോൾ നമുക്കിതിന് ഉപ്പുണ്ടോ ഒന്ന് നോക്കാം. ഒരു ശകല ഉപ്പൂടെ വേണം. നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇടാം. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പൂടെ ഇട്ടു. പിന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ച് നിന്ന് തക്കാളിക്കാടെയും വെളുത്തുള്ളി ഇഞ്ചിയുടെയും കൂടെ കുറച്ച് നമുക്ക് അതും കൂടി ഇതിൻ്റെ മണ്ടയ്ക്കുന്നു. ഇതിൻ്റെ കൂടെ ഇനിയും മല്ലിയില ഇടണം. എൻ്റെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങളുടെ ഈ മല്ലിയില ഉണ്ടെങ്കിൽ ഇടുക. അപ്പം നല്ല അടിപൊളി ചോലപ്പട്ടൂരിയുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളക്കടലയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം കറുത്ത കടലയുടെ നമ്മൾ ആ തേയില കെട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഇവിടെ ഉണ്ട്. നല്ല ടേസ്റ്റായി.
അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വെക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ ബൈ. ഇപ്പം കടല നല്ല അടിപൊളിയായിട്ടുണ്ട്. ഡൽഹി വന്ന് കഴിച്ചവർക്കൊക്കെ അറിയാം ചോലപ്പട്ടൂരിയുടെ കൂടെ കിട്ടുന്നത്. ഓക്കെ.